പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നമസ്കാരം. ഞാൻ നിങ്ങളെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവയെ തെയ്യത്തിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമാണ്. ഇപ്പം നിങ്ങളെ കയ്യിൽ കിട്ടിയുള്ള ചിത്രപുസ്തകത്തിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ മനോഹരമായ നല്ല ചിത്രത്തിലൂടെ തെയ്യത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ബുക്കിനെ 2ാമത്തെ പേജ് നിങ്ങൾക്ക് മറിക്കാം. ശരി, ഇനി നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചിത്രം, ആദിയിൽ എന്തായി സംഭവിച്ച എന്താൻ. ആദിയിൽ തെയ്യം മാത്രമായി ഉണ്ടാകത്തായി. തെയ്യം നല്ലവനും എല്ലാത്തേക്കും ഉണ്ടാക്കത്തയാൻറ്റു. എല്ലാത്തിനെയും അധികാരമുള്ള തെയ്യാൻറ്റു. തെയ്യം വെളിച്ചത്തെ ഉണ്ടാക്കുകയും ലോകത്തിന്മേൽ പ്രകാശം ഉണ്ടാക്കത്ത. തെയ്യം ആകാശത്തിനെയും വെള്ളത്തിനെയും സമുദ്രത്തിൽ നിന്ന് വേർതിരിച്ച. പകൽക്ക് വേണ്ടി സൂര്യനെയും അന്തിനേരത്തേക്ക് വേണ്ടി ചന്ദ്രനെയും ഉണ്ടാക്കത്ത. ഈ 2ാമത്തെ ചിത്രം ദൈവവചനത്തെക്കുറിച്ചാൻറ്റു. ഇവേ ബൈബിളു. തെയ്യവചനം ജീവയുള്ളയാൻറ്റു. സത്യ തെയ്യത്തെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നു. മനുഷ്യ തെയ്യത്തിൽ നിന്ന് മാറ്റപ്പെട്ട നമുക്ക് ഈ തെയ്യത്തിനോട് കേണ ചേരുവാൻ കഴിയുമെന്നാൻ പറയുന്നത്. ഈ വചനത്തിൽ സത്യം മാത്രമേ ഉള്ളതിനു. മൂന്നാമത്തെ പടം ഉണ്ടാക്കത്തിനെ കുറിച്ചാൻറ്റു. തെയ്യം എല്ലാം ഉണ്ടാക്കത്ത. അവയൊക്കെ നല്ലയായിന്ത. കുൻറ്റും പുഴയും തോടും ഒക്കെ തെയ്യം ഉണ്ടാക്കും. തെയ്യം ഉണ്ടാക്കത്തായി ഒൻ്റെ കൂടെ കാണി. ഇൻ്റെ കാണിൻ്റെ ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും ഒക്കെ തെയ്യം ഉണ്ടാക്കത്ത. നാലാമത്തെ പടം ആദാമിനെയും അവ്വനെയും കുറിച്ചാൻ. ആദ്യ മനുഷ്യനെ തെയ്യം ഉണ്ടാക്കത്ത. ആണുക്ക് ആദാമിൻ്റെയും പെണ്ണുക്ക് അവ്വൻ്റെയും പേരിട്ട. തെയ്യം അവരെ നല്ലൊരു സ്ഥലത്ത് ആക്കത്ത. എല്ലാ അധികാരവും അവർക്ക് തെയ്യം കൊടുത്ത. അവര് തെയ്യത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു. ആ തോട്ടത്തിലുള്ള എല്ലാ കായ്കനികളും അവർക്ക് തിന്ന തെയ്യം പറഞ്ഞു. എൻ്റെല ഒരു കായ് മാത്രം നിങ്ങൾ തിന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. തെയ്യത്തിന് ശത്രു ആയിന്ത വാതെ ആ തോട്ടത്തിൽ വന്ന. ഈ കായ് തിണ്ടല നിങ്ങളും തെയ്യത്തിനെ പോലെ ആവുവിരി എന്ന് പറഞ്ഞ. അവ കള്ള ആൻഡ് പറഞ്ഞായി. മനുഷ്യ അവയോടെ വഞ്ചിക്കപ്പെട്ട. തെയ്യത്തിനെ അനുസരിക്കാത്ത കൊണ്ട് തെയ്യമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ നഷ്ടാ. തെയ്യം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കത്ത. അവര് തെയ്യത്തിൽ നിന്ന് അകന്നു പോയ കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ കഷ്ടവും പ്രയാസവും വന്ന. 5 മുതലാൻഡ് മനുഷ്യ ഈ പാവലോകത്തിലേക്ക് വന്നായി. രോഗവും ദുഃഖവും എല്ലാം അവരെ മേലെ വന്ന. ഇനി 5ാമത്തെ പടം കയ്യിനെയും ഹാവേലിനെയും കുറിച്ചാണ്ട് പറയുന്നത്. ആദാമുക്കും ഔവയ്ക്കും 2 മക്കൾ ഉണ്ടാകത്തരും, കയ്യിനും ഹാവേലും. കയ്യിനും ഹാവേലും തെയ്യത്തിന് തോപം വേണ്ടി പോയാലും. കയ്യിന മനസ്സ് നല്ല അല്ലാത്ത കൊണ്ട് തെയ്യം അവനിൽ അനുഗ്രഹം ഉണ്ടാവും കാണി. ഹെൻഡല ഹാവേലിന്റെ മേലെ തെയ്യത്തിന് അനുഗ്രഹം ഉണ്ടാകും. അവൻ കൊണ്ട് ആദാമുക്കും അവയ്ക്കും വന്തയും പോലെ തന്നെ കയ്യിക്കും അതുപോലെ വന്ത ആണ്. ഹാവേലിനാവും ആണ് ആദാമിനാവും അവനാവും മക്ക ആത്ത കൊണ്ട് നാമും അവരെ കൂടെ അവരെ പോലെ ആയുള്ളൂ. ആണ് പാപം കൊണ്ട് നാം തെയ്യത്തിൽ നിന്ന് അകന്നു പോവിടെ. ആണ് പാപത്തിന് ശമ്പളമാൻഡ് മരണം. അവങ്ങി നാം എല്ലാവരും അർഹരായി തീരുന്നു. 6ാമത്തെ പടം നോഗയുടെ പെട്ടകത്തെക്കുറിച്ചാൻഡു. 80 വർഷം കടന്നുപോയ ആദമുക്കും അവയ്ക്കും അനേക തലമുറ ഉണ്ടാകും. എല്ലാവരും തെയ്യത്തെ അനുസരിക്കാതെ അവർക്ക് തോന്നിയ പോലെ നടന്നേ. അവരെ പാപം ഏറ്റവും കഠിനമായി തീർന്നു. അവൻ കൊണ്ട് തെയ്യം എല്ലാവരെയും വെള്ളം കൊണ്ട് കൊല്ലുവാൻ തുടങ്ങത്ത. എന്റെല ഒരു മനുഷ്യൻ മാത്രം തെയ്യത്തിന് തോന്നണ്ടെന്താ. അവന്റെ പേരു നോഗൻ. തെയ്യം നോഗനെ കൂടെ രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു വലിയൊരു കപ്പലുണ്ടാക്കണം എന്ന് പറഞ്ഞു. കപ്പലിനെ പണി തുടങ്ങത്ത 5 മുതൽ നോഗ എല്ലാവരുടെ കൂട്ടക്കാളും തെയ്യത്തിനെ കുറിച്ച് പറഞ്ഞു നടന്ന. പിന്നെ അവരാരെയും അവനെ കേപ്പം കാണി, അവൻ പറഞ്ഞതിനെ കേപ്പം കാണി അവർ നോഗനെ കളിയാക്കുകയും അവയെങ്കിൽ പിരാന്ത് പിടിച്ചതിന് പറഞ്ഞു. 7ാമത്തെ ചിത്രം വെള്ളപ്പൊക്കത്തെക്കുറിച്ചാൻഡു. തെയ്യം കൽപ്പിച്ചതും പോലെ പക്ഷികളിൽ നിന്നും കാലികളിൽ നിന്നും ഈരണ്ട് എണ്ണത്തിന് പെട്ടകത്തിൽ കയറ്റത്.
നോഗയും നോഗയുടെ മക്കളും മക്കളെ മക്കളും എല്ലാവരും കൂടി ഒട്ടകത്തിൽ കയറി. തെയ്യ അവനെ വാതിലടച്ച, മേനടും ബിന്ദു നല്ല വലിയ മഴ പെയ്യിപ്പിച്ച, ഭൂമി എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറഞ്ഞ. മറ്റുള്ളവര് ഇവനൊക്കെ അറിഞ്ഞാരും എന്തേലും മനസ്സിലാക്കുവാരും എമ്പാടും നേരം വൈപ്പോയ. എല്ലാവരും ചത്താക്കു, നോഗയും കുടുംബം മാത്രമേ രക്ഷപ്പെട്ടായിരുന്നു. നോഗ തെയ്യത്തിനെ അനുസരിച്ചായി കൊണ്ടാണ്ട് അവൻ രക്ഷപ്പെട്ടായി. അവൻ കൊണ്ട് നാമും തെയ്യത്തിനെ അനുസരിക്കണം. എട്ടാമത്തെ പടം അബ്രഹാമിനെ കുറിച്ചും സാറേനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും ആൻഡ്. പിന്നെയും എമ്പാടും വർഷം കഴിഞ്ഞു പോയ നോഗേന കുടുംബക്കാരെല്ലാവരും പല പല കുടുംബങ്ങളായി തീർന്ന. എൻ്റെ അബ്രഹാം ദൈവത്തിനെ വിശ്വസിക്കുകയും ദൈവത്തിനെ തോവുകയും അവനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയെത്തുന്നത്. തെയ്യം അബ്രഹാമിനോടൊക്കെ പറഞ്ഞ നിന്നൊരു വലിയ ജാതി ആക്കുവേൻ. എൻ്റെ അവർക്ക് തെയ്യ മക്കളെ കൊടുപ്പം കാണി. എൻ്റെലും അവർ തെയ്യത്തിന് വിശ്വസിച്ചാരും. എമ്പാടും വയസ്സാത്തക്കും അവരുടെ ജീവിതത്തിൽ ഒരു മകനെ കൊടുത്ത. യേശുവിനെ കുറിച്ച് അബ്രഹാമിന കുടുംബത്തിന്താണ്ട് യേശു കർത്താവ് വന്നായി. ഒമ്പതാമത്തെ പട മോശനെ കുറിച്ചും മോശ പറഞ്ഞ കൽപ്പനയെ കുറിച്ചും ആൻഡ്. അബ്രഹാമിന് ആൾക്കാര് ഇസ്രായേല് ഏറ്റവും വലിയ സന്തതിയായി തീർന്ന. അവരില് ഒരാളായിരുന്ന മോശ തെയ്യത്തിനെ ഏറ്റവും അധികമായി സ്നേഹിച്ചു. ഒരു ദിവസം മോശനെ തെയ്യം മലയിലേക്ക് വിളിച്ച, മനുഷ്യന്മാരെ പഠിപ്പിപ്പുള്ള നിയമം അവൻക്ക് കൊടുത്ത. മോശയ്ക്ക് കൊടുത്ത കൽപ്പന എല്ലാവരും അതുപോലെ അനുസരിക്കണം എന്ന് തെയ്യം പറഞ്ഞ. പത്താമത്തെ പടം 10 കൽപ്പനയെ കുറിച്ചാണ് പറയണ്ടായി. മനുഷ്യന്മാര് അനുസരിപ്പം വേണ്ടി മോശയുടെ കയ്യിൽ കൊടുത്ത നിയമമാൻ്റെ 10 കൽപ്പന. ഒരു തെയ്യത്തെയും സത്യവാനായ തെയ്യത്തെയും നാം എല്ലാവരും സ്നേഹിക്കണം. രണ്ടാമതായി പറഞ്ഞായി ഒന്റിനവും പ്രതിമയോ അതുപോലെ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഒന്റിനെയോ ഉണ്ടാക്കരുതിന്റെ പറഞ്ഞായി. മൂന്നാമതായി പറഞ്ഞായി നാം എല്ലാം ഒരു ദിവസം തെയ്യത്തിനെ തോയുവം വേണ്ടി ആരാധിപ്പം വേണ്ടി വരണിൻ്റെ പറഞ്ഞായി. നാലാമതായി പറഞ്ഞായി നാം എല്ലാവരും മക്കെല്ലാവരും അപ്പനെയും അമ്മനെയും അനുസരിക്കണിൻ്റെ പറഞ്ഞായി. അഞ്ചാമതായി പറഞ്ഞായി മറ്റുള്ളവരെ നാം കൊല്ലുവും പാട് കാണി. സ്നേഹിതന ഉറട്ടിനെ കൂട്ടുകാരൻ ഉറട്ടിനെ മോക്കുകയും ചെയ്യരുത്, പിന്നെ പാവം ചെയ്യുകയും ചെയ്യരുതിൻ്റെ പറഞ്ഞായി. മറ്റുള്ളവരെ ഒരു സാധനവും നാം കപ്പം പാട് കാണി. തെയ്യത്തിന് സ്വഭാവത്തെ വിളിച്ചറിയിക്കിன்ற നിയമമാൻ്റെ തെയ്യം നമുക്ക് തന്നായി. പതിനൊന്നാമത്തെ പടം യാഗം കഴിക്കുന്നതിനെ കുറിച്ചാൻ്റെ. ഒരു മനുഷ്യൻ പാവം ചെയ്യണ്ടാക്കോ അവൻക്ക് ബദലായി ഒരു ആടിനെ കൊടുക്കണിൻ്റെ പറയണ്ടേ. ആടിനെ തെയ്യപുത്രയായ യേശു കർത്താവിനെ കുറിച്ച് എൻ്റെ കൂടെ പറയണ്ടേ. ഈ മനുഷ്യനെ എല്ലാ പാവത്തിനും വേണ്ടി യേശു കർത്താവ് യാഗമായി തീർന്നു. ലോകത്തിന് പാവത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടാൻ്റെ തെയ്യം. എൻ്റെ യേശുവിൽ വിശ്വസിക്കുകയും നമ്മ പാവത്തെ ഏറ്റുപറയുകയും ചെയ്ത് നമുക്ക് നീതി ലഭിക്കും. പന്ത്രണ്ടാമത്തെ പടം വാക്കു പറഞ്ഞ യേശുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തു ഏണയാൻ്റെ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് മുന്നിൽ തന്നെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരുന്ന മേരി എൻ്റെ മൊട്ടത്തുള്ളത്തേക്ക് ആൻ്റെ മാലാകൻ്റെ തെയ്യത്തിൻ്റെ ദൂതൻ കടന്നു വന്നായി. യോശപ്പ് എൻ്റെ ഒരു മകൻ ഒരുത്തെങ്കും കല്യാണം നിശ്ചയം പെടുത്തിൻ്റെ അവളെ എൻ്റെ മറിയെ. അത്യുന്നതന ശക്തി നിന്നെ മേലെ വണ്ടാക്കു നെയ്യ് വാറാവേൻ്റെ പറഞ്ഞായി. ആ പുള്ളനെ യേശു എൻ്റെ വിളിക്കണം. ഒരു തെയ്യത്തിന് ദൂതെ യോസഫുക്കും കടന്നു വന്ന. മറിയനെ സ്വീകരിപ്പ നീ മടിക്കണ്ട, അവള് വാറാത്തായി പരിശുദ്ധാത്മാവിനാൽ എൻ്റെ പറഞ്ഞ. അവയെ ജനത്തിനെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. യോസഫ് മേരീനെ കൂട്ടിക്കൊണ്ടുപോയ. പതിമൂന്നാമത്തെ പടം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിച്ചതിനെ കുറിച്ചാണ്. ബെത്ലഹേം എൻ്റെ ഒരു ടൗണിലേക്ക് യോസഫുക്കും മറിയക്കും പോകേണ്ട ഒരു സമയമുണ്ട്. അവിടെ എമ്പാടും ആളുണ്ട കൊണ്ട് അവർക്ക് താമസിപ്പാൻ സ്ഥലം കിട്ടും കാണി. അവൻ കൊണ്ട് അവർക്ക് ഒരു കാൽ തൊഴുത്തിലാൻ്റെ കിട്ടപ്പം സ്ഥലം കിട്ടായി. ആടെ വെച്ചാണ്ട് അവള് യേശുവിനെ പെറ്റായി. അൻ്റെ ഇരാവ് ആടെ അടുത്ത് തന്നെ ചില ഇടയന്മാര് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ തെയ്യത്തിന് ദൂതന്മാര് പറഞ്ഞ യേശു ആടെ ജനിച്ചുള്ള ആണെ അനേക തെയ്യത്തിന് ദൂതന്മാര് ആകാശത്തില് നല്ല പാട്ടുകൾ പാടിക്കൊണ്ടുണ്ടായിരുന്നു. ആട്ടിടയന്മാര് യേശുവിനെ കാണുവാൻ വേണ്ടി എല്ലാരും പുറപ്പെട്ടു. പതിനാലാമത്തെ പടം യേശു കർത്താവ് ഒരു നല്ല ഉപദേശയായി കടന്നു വന്നേൻ.
യേശുക്ക് 12 വയസ്സുണ്ടാകും അവയെ തെയ്യത്തിന് തോവാൻ വേണ്ടി പോയ. ആടെയുള്ള വലിയ വലിയ ആൾക്കാരെ കൂടെ അവയെ സംസാരിച്ച. അവരെ കൂടെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിപ്പിടയത്തിന്ത. അവനെ പറഞ്ഞാൽ കേട്ട തന്നെ അവർക്ക് വലിയ അത്ഭുതം തോന്നുക. 30 വയസ്സിലാണ്ട് യേശു കർത്താവ് പരസ്യമായി പ്രസംഗിപ്പ തുടങ്ങത്തായി. ചിലരൊക്കെ അവൻ പറഞ്ഞതിനെ കേട്ട് അനുസരിച്ചരും, ചിലരൊക്കെ അവന് പറഞ്ഞതിനെ കേട്ട് അനുസരിക്കാതെ പോയരും. നാമും യേശുവിനെ കുറിച്ച് അറിയുകയും യേശുവിനെ വിശ്വസിക്കുകയും അവന് കൂടെ നടക്കുകയും ചെയ്യണമെന്ന് യേശു തെയ്യം പറയുന്നു. 15 പടം യേശു കർത്താവിന് അത്ഭുതത്തെക്കുറിച്ചാണ്. യേശു കാട്ടുത്ത അത്ഭുതത്തെക്കുറിച്ച് എല്ലാവരും അതിശയിച്ചരും. എല്ലാവരുടെ കൂടാമും യേശുക്കൊരു മനസ്സലിവുണ്ടാകത്ത. ഒരു ദിവസം ഒരു കണ്ണു കാണാത്ത മനുഷ്യൻ യേശുവിന് അടുക്കത്തേക്ക് വന്ന. യേശു അവന് തൊട്ട് അവന് വരുത്തം മാറ്റിക്കൊടുത്തു. ഒരു ദിവസം യായറോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഏക മകള് ചത്തുപോയുള്ളൂ. യേശു ആടെ പോയി കാണിച്ചു അവളെ വീണ്ടും ഉയർപ്പിച്ച. ഹൃദയത്തിൽ വേദനയും പ്രയാസവും വന്ന അവന്റെ മാതാവും പിതാവും അവൾ ഏറ്റവും അധികമായി സന്തോഷിച്ചു. ഒരു ദിവസം യേശുവിന് ശിഷ്യന്മാര് കടലിലെ കാറ്റും കൊണ്ട് അവര് അകപ്പെട്ടരും. യേശു വെള്ളത്തിനു മേലെ കൂടി നടന്നു വന്നു അവരെ പോടിനെ മാറ്റത്ത. സ്നേഹിത, നിനക്ക് കണ്ണുക്ക് കാഴ്ചയിലേക്കല്ല, യേശു നിനക്ക് കാഴ്ച തരും. നീയോ പാവത്തിൽ മരിച്ചല്ല, നിന്നെ യേശു ജീവിപ്പിക്കും. നിന്നെ ജീവിതത്തിലെ പ്രതികൂല നിമിത്തം നീ ഭാരപ്പെടുവാത്തല്ല, നീ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തല്ല, നിന്നെ യേശു വിടുവിക്കും. 16 പടം യേശു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ട അനുഭവിച്ചതിനെ കുറിച്ചാണ്. യേശു വലിയ വലിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്തു. എല്ലാവരും യേശുവിന്റെ കൂടെ പോയാരും. എൻ്റെ എല്ലാ ദുഷ്ടന്മാര് യേശുവിനെ നിന്ദിച്ചാരും. കാരണം നിങ്ങൾക്കൊക്കെ പാവികളെന്ന് പറഞ്ഞ അവർക്ക് വലിയ ഇഷ്ടപ്പെടുവാൻ കാണി. നേതാക്കന്മാർക്കും വലിയ വലിയ ആൾക്കാർക്കും യേശുവിനെ കൂടെ അവർക്ക് അസുഖം ഉണ്ടാവത്ത. അവരെല്ലാവരും യേശുവിനെ പിടിച്ചാരും, അടിച്ചാരും. അവനെതിരായി അവർ കള്ളം പറയുകയും അവനെ നാണം കെടുത്തുകയും ചെയ്തു തരും. തിലേമ്പെ അവര് മുള്ളുകൊണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കി തരും. യേശുവിനെല്ലാം അനുഭവിക്കണതിൻ്റെ തെയ്യത്തിന് വലിയ പദ്ധതിയായി എന്താ. അവൻ കൊണ്ട് യേശു അവരോട് കൊന്റും പറയാൻ പോകാൻ. എൻ്റെ 17 പടം യേശു കർത്താവിനെ ക്രൂശിപ്പം കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. അവൻ ചായൻ്റെ വരെ അവനെല്ലാം യേശുവിനെ അവർ ക്രൂശിപ്പിച്ചു. ഈ 2 കള്ളന്മാരെയും അവന് വലത്തും ഇടത്തും കൂടി ക്രൂശിച്ചു. യേശു ഒരു തെറ്റും ചെയ്യാത്തതിനാൻ്റെ എന്റെല്ല നമ്മ പാപത്തെങ്ക് പോണ്ടിയാൻ്റെ യേശു മരിച്ചായി. പാപത്തിന് ശമ്പളമായി നാം എല്ലാവരും ചാകേണ്ടവരായെന്താ. എന്റെല്ല നാം സഹിക്കേണ്ട, നാം വേദനിക്കേണ്ട എല്ലാ ശിക്ഷയും യേശു അവൻ സ്വീകരിച്ച. യഥാർത്ഥമായി നാം എല്ലാ പാവങ്ങളെ ഏറ്റു പറഞ്ഞല്ല, ദൈവം നമ്മെ അവൽ നിന്ന് വിടുവിക്കും. പരിപൂർണമായി നമ്മുടെ ഹൃദയം തുറന്നു യേശുവെ നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞല്ല, തെയ്യം നമ്മെ അവൻ രക്ഷിക്കും. 18 പടം യേശു കർത്താവ് ജീവിതത്തിലേക്ക് മടങ്ങുവതിനെ കുറിച്ചാണ്. യേശുവിനെ എതിരാളികൾ വിചാരിച്ച് യേശുവിനെ നാം നശിപ്പിച്ചോ എന്ന് സന്തോഷിച്ചായിരുന്നു. എന്റെല അവർക്ക് അവൻ സാധിപ്പം കാണി. യേശുവിനെ കൊണ്ട ശേഷം അവനെ ശിഷ്യന്മാർ വന്നു കാഞ്ചു അവനെ കല്ലറയിൽ വെച്ചായിരുന്നു. അവനെ വാതിൽക്ക് ഒരു വലിയൊരു കല്ല് വെച്ചും കാഞ്ചു കല്ല് അടച്ചായിരുന്നു. 3 ദിവസം യേശു ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്ന. ചില മൊട്ടത്തിമാരോ ആ കല്ലറയ്ക്ക് അടുത്തേക്ക് വന്നാക്കോ കല്ലറ തുറന്നുള്ളതിനെ കാണുവിടേക്കെന്ത്. അവൻ മരണത്തിൽ നിന്ന് രണ്ടാമത് ജനിച്ചതിന്റെ അവർ മനസ്സിലാക്കുവിടേത്തിന്. എന്റെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇന്ത്യം ജീവിക്കുന്നു. അവൻ വാദനയും മരണത്തെയും തോൽപ്പിപ്പിടേത്തിന്. 19 പടം തോമസ് യേശുവിനെ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുവാനിടയെത്തുന്നത്. അവരോടൊക്കെ സംസാരിക്കുകയും അവരുടെ കൂടെ കഞ്ഞി കുടിക്കുകയും ചെയ്ത. എന്റെല്ല തോമസ് എന്ന് പറഞ്ഞ ശിഷ്യങ്കു യേശു കർത്താവ് വീണ്ടും ജനിച്ചതിൻ്റെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവന് കയ്യിലുള്ള തുളയിൽ നാം തൊടാതെ വിശ്വസിക്കേണ്ടി പറഞ്ഞു. ആണെ തോമസ് ഇന്ത മുറിലേക്ക് യേശു കർത്താവ് കടന്നു വന്നായി. ആണെ അവന് സംശയം മാറി അവൻ യേശുവില് നല്ല വിശ്വാസമുള്ള എത്തിയത്. എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവർ എന്റെ യേശു കർത്താവ് തോമസിനോട് പറഞ്ഞു. 20 പടം യേശു കർത്താവ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എല്ലാവർക്കും യേശുവിനെ കാണുവിടയെത്തുന്നത്. ഞാൻ ജീവനോടുള്ള എൻ്റെ അവൻ തെളിയിച്ച ഭൂമിയിലുള്ള തന്നെ ഏൽപ്പിച്ച വേല ചെയ്ത ശേഷം അവൻ സ്വർഗത്തിലേക്ക് പോയിടയെത്തുന്നത്.
എൻ്റെ യേശു തന്നെ ശിഷ്യന്മാരോടൊക്കെ ഇവനെക്കുറിച്ച് എന്നെക്കുറിച്ച് എല്ലായിടത്തും നിങ്ങൾ പോയി പറയണെന്ന് പറഞ്ഞു. ശിഷ്യന്മാര് നോക്കി നിൽക്കേണ്ടത് താനെ യേശു സ്വർഗത്തിലേക്ക് പോയനെ അവര് കണ്ണുകൊണ്ട് കാണുവിടെയെത്തുന്നു. ചില തെയ്യത്തിന്റെ ദൂതന്മാര് അവരുടെ അടുത്തേക്ക് കടന്നു വന്നത്. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയേ പോലെ താനെ അവ പിന്നെയും തിരിച്ചു വരുമെന്ന് ദൂതന്മാര് ശിഷ്യന്മാരോട് പറഞ്ഞ. അവൻ പോയായി കൂടെ അവനെ കൂടെ നടക്കുകയും അവനെ തോയിൻ്റെർക്കും വേണ്ടി നല്ലൊരു സ്ഥലം ഒരുക്കി കൊടുപ്പം വേണ്ടി അവൻ്റെ അങ്ങ് പോയായി. സ്നേഹിത, നീ എന്തെന്നെ പറയണ്ടേ? നീ അവനെ വിശ്വസിക്കണ്ടയോ? നീ അവനെ അനുസരിക്കണ്ടയോ? അവൻ എതിരേൽപ്പം വേണ്ടി നീ ഒരുങ്ങിയുള്ളയോ? 21 പടം യേശു ഇല്ലാത്ത കുരിശിനെ കുറിച്ചാണ് നാം പഠിക്കണ്ടേ. യേശു എനത്തങ്ങ് വേണ്ടി അതിൻ്റെ ക്രൂശിൽ മരിച്ചായി. പാപികൾക്ക് പാവമില്ലാതെ ജീവിക്കാൻ വേണ്ടി യേശു ചത്ത. എന്റെല യേശു പാവം ചെയ്യുവാൻ കാണി. പാവമില്ലാത്ത തെയ്യത്തിന് കുഞ്ഞാട് നമുക്ക് വേണ്ടി ചാവേടയായിട്ടുണ്ട്. ക്രൂശ് നമ്മെ ഓർപ്പിക്കണ്ടേ. യേശു നമ്മെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കും എന്നുള്ളയാൻ. പാപത്തിൽ നാം പിന്തിരിഞ്ഞു യേശുവിലേക്ക് വിശ്വസിക്കുമ്പോൾ തെയ്യം നമ്മെ പാപത്തിൽ നമ്മെ വിടുവിപ്പെടേ. ഇവൻ കൊണ്ട് നാം തെയ്യത്തിന് കുടുംബത്തിലേക്ക് നാം പോണ്ടയാൻ്റെ അവൻ അധികാരം. 22 പടം ഇരാണ്ട് പെരുവായിനെ കുറിച്ചാണ്ട് പറയണ്ടേ. ജീവിതത്തിൽ നമുക്ക് ഇരാണ്ട് വഴിയുള്ള എന്റെല പെരായിക്കു അവസാനം രണ്ടുക്കും ഓരോ ലക്ഷ്യം. യേശുവിനെ അറിയാതെ നടക്കേണ്ട ഒരു വലിയ വിശാലമായ പെരായിലൂടെ അവർ നടക്കേണ്ടി വരും. അവൻ അവസാനം പറഞ്ഞല്ല ഏറ്റവും അധികം നാശത്തിലേക്ക് അവൻ്റെ അവർ പോണ്ടായി. നിത്യമായ നരകം എന്താണ് അവന് ശിക്ഷ. എന്റെല്ല നാം ജനിച്ചൊക്കെ തന്നെ നാം പാപികളായ എന്തുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കർമ്മത്തെങ്കിലും നമുക്ക് നീതി പ്രവൃത്തി കൊണ്ടോ നമുക്ക് ആടെ എത്തുവാൻ കഴിയുക. എന്റെല്ല ഇടുക്കുള്ള പെരായി നമ്മൾ ക്ഷമയോടെയും അവന് സമാധാനത്തിനുള്ള വഴിയാൻ. അവ തെയ്യം വസിക്കിൻ്റെ സ്വർഗമെന്റെ സ്ഥലത്തേക്ക് നമ്മെ നയിക്കിൻ്റെ. എന്റെല്ല ആടേക്ക് പോവാ നാം പാവത്തിൽ നിന്ന് പൂർണ്ണമായി നാം മാറി ഇളയ്ക്കണം. തെയ്യത്തിൽ ആശ്രയിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യണം. യേശു പറഞ്ഞ ഞാൻ വാതിലാൻഡു എന്നിലൂടെ കടക്കിൻ്റെ മാത്രമേ എന്നിലേക്ക് കടക്കുവാൻ കഴിയൂ. എൻ്റെ ഇടുക്കമുള്ള ഈ വാതിലിലൂടെ കടക്കിൻ്റെവർക്ക് ഒരിക്കലും ഇത് ഉണ്ടാകാം. കാരണം അവരുടെ പാവമെല്ലാം യേശു കർത്താവ് കാൽവറിയിലെ യാഗത്തിന് അർപ്പിപ്പാനിടയെത്തുന്നത്. എൻ്റെ സ്നേഹിത, നിനക്ക് യേശുവിനെ നിനക്ക് പിൻപറ്റുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അവനെ അവനോട് പ്രാർത്ഥിക്കണം. നീ മനസ്സിലാക്കണം. തെയ്യമേ, നീ എന്നെ പാപത്തിന് വേണ്ടി മരിച്ചുണ്ട്. ഞാൻ എന്നെ ഹൃദയം കൊണ്ട് ഞാൻ ഏറ്റുപറയണ്ടേ. ഏക്ക് മാപ്പ് തരണമേ. എന്നെ പാവത്തിൽ നിന്ന് നീ എന്നെ കഴുകണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. ഞാൻ യേശുവിന് കൂടെ നടന്നു യേശുവിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ മരണശേഷം യേശുവിന് കൂടെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കണ്ടേ. സ്നേഹിത, നിങ്ങ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നിങ്ങ തെയ്യത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തല്ല നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയും. ഏറ്റവും നല്ല സന്തോഷവും ഏറ്റവും നല്ല സമാധാനവും നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. തെയ്യം നമ്മ ചിന്തനെയും നമ്മുടെ എഴുന്നേൽപ്പിനെയും എല്ലാം തെയ്യം നമ്മ ദൂരത്തുനിന്ന് അറിയേണ്ട തെയ്യാൻ. 23 പടം തെയ്യത്തിന് മക്കളെ കുറിച്ചാണ് പഠിക്കണ്ടേ. എല്ലാ ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും എല്ലാ സമുദായത്തിൽ നിന്നും യേശുവിനെ വിളിക്കേണ്ടതെല്ലാം യേശു സ്വീകരിക്കുന്നു. എൻ്റെ യേശുവിനെ വിശ്വസിച്ചല്ല നമ്മുടെ ജീവിതത്തില് എല്ലാവരും യേശുവിന്റെ മക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുക്കുന്നു. നാം തെയ്യത്തിന്റെ മക്കളായി. 24 പടം നാം പുതിയ ജനനത്തെ കുറിച്ചാണ് ഇവിടെ പഠിക്കണ്ടേ. യഹൂദന്മാര് പ്രമാണിയായ ഒരു നിക്കോദിമോസ് യേശുവിനെ കാണുവാൻ വേണ്ടി അന്തിനേരം യേശുവിന്റെ അടുക്കത്തേക്ക് പോയ. യേശു അവനെ കൂടെ തെയ്യത്തിനോടൊക്കെ വരുവാത്ത തെയ്യത്തിന്റെ അടുക്കേക്ക് എത്തുവാത്തല ഒരു പുതിയ ജനനം പ്രാപിക്കണമെന്ന് യേശു കർത്താവ് നിക്കോദിമോസിന് പറഞ്ഞ. നിക്കോദിമോസ് പറഞ്ഞ അവൻ നമുക്ക് താനെയാണ് നമ്മെ തന്നെ മാറ്റുവാൻ കഴിയും ചോദിച്ച. കാണിന്റെ യേശു പറഞ്ഞ നാം രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കിണ്ടാക്കും. പരിശുദ്ധാത്മാവും നമുക്കൊരു പുതിയ ജീവിതം നമുക്ക് നൽകുവാടേ. 25 പടം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം പഠിക്കണ്ടേ. യേശു സ്വർഗത്തിലേക്ക് പോയേക്കും തന്നെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞ ഞാനൊരു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടി അവർക്ക് മറ്റു ഭാഷകൾ അവർ കൊടുപ്പെടേത്തുണ്ട്. അവനെ കുറിച്ച് പറയുവാനും അവനെ അറിയുവാനുള്ള ധൈര്യം അവർക്ക് കൊടുപ്പെടേത്തുണ്ട്. 26 പടം നാം വെളിച്ചത്തിൽ നടക്കണം എന്നതിനെ കുറിച്ചുണ്ട്.
ഈ മനുഷ്യനെ നോക്കണം. അവയെ വേദപുസ്തകം വായിക്കുകയോ യേശുവിനോടൊക്കെ പ്രാർത്ഥിക്കുകയോ ചെയ്യാത്തൊരു മനുഷ്യൻ. അവ ആരുണ്ടോ അവ ഏടയ്ക്ക് പോൻ്റെ അതിൻ്റെ കൂടി അവൻ അറിയൽ കാണും. അവനെ മുഖത്തേക്ക് ഒരുക്ക മല അവൻ ഭയങ്കര പോടി കൊണ്ടാവൻ നടക്കണ്ടേ. എൻ്റെ ലിങ്കക്ക് നോക്കൂ, എൻ്റെ ലൂടെ നോക്കൂ, അവ വെളിച്ചത്തിൽ തെയ്യത്തിന് കൂടെ നടക്കണ്ടേ നമുക്ക് കാണും. അവൻക്കറിയാ ഞാനും തെയ്യത്തിൻ്റെ കൂടെ നടക്കണ്ടേ അവൻ്റെ ഉള്ളതിന്. കർത്താവ് നിന്റെ കിടച്ച പാപക്ഷമയും ദൈവസമാധാനവും അവൻക്ക് ഉള്ളതിന് മനസ്സിലാക്കാൻ കഴിയും. അതിന് മൂടുമല്യം തന്നെ നമുക്കറിയാം. യേശു പറഞ്ഞ ഞാൻ ലോകത്തിന് വെളിച്ചമായിൻ്റെ. യേശുലേക്ക് നീ കടന്നു വാ, നിനക്ക് സമാധാനം നിനക്ക് പ്രാപിക്കാൻ കഴിയും. ഇരുപത്തിയേഴാമത്തെ പടം ഒരു പുതിയ മനുഷ്യനെ കുറിച്ചാണ് നാം പഠിക്കണ്ടേ. യേശുവിലുള്ള ഒരു മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയാൻ. അവ തെയ്യത്തിനെ അനുസരിക്കണ്ടേൻ. തെയ്യം അവനെ പാപം ക്ഷമിച്ചതും കൊണ്ട് അവ തെയ്യത്തിനോടൊക്കെ നന്ദിയുള്ളവയാൻ. ആവിചാരം, മോഷണം, കലകം, പിണക്കം ഇതൊന്നും അവൻ ചെയ്യുകയില്ല. അവെല്ലാം പരിശുദ്ധാത്മാവ് അവ ചെയ്യാതെ പോണ്ട് അവൻ ശക്തി കൊടുക്കുന്നുണ്ട്. അവ കല്ലിനെയും മണ്ണിനെയും അവയെ തോവം പോലെ കാണി. തെയ്യത്തെങ്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ചെയ്ത് അവൻ ജീവിക്കുന്നുണ്ട്. 28ാമത്തെ പടം യേശു കർത്താവിനെ കൂടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഈ കുടുംബത്തിനൊരു മല അവൻ ഉറാട്ടിക്ക് ആവശ്യമുള്ളതിനൊക്കെ കൊണ്ടുകൊടുക്കുകയും അവരൊരുമിച്ച് നടക്കുകയും ചെയ്യുന്നു. ഉറളനെ ബഹുമാനിക്കുകയും അപ്പനെ മക്ക അവർ ബഹുമാനിക്കുകയും ചെയ്യുന്ന കാണാൻ കഴിയും. അവർ പരസ്പരം തമ്മിൽ സ്നേഹമുള്ളവരായി നമുക്ക് കാണാൻ കഴിയും. ഇവരെ കുടുംബത്തിൽ ഇവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയും തെയ്യത്തിനെ തോവുകയും ചെയ്യുന്ന കാണാൻ കഴിയും. 29ാമത്തെ പടം നമ്മെ സ്നേഹിക്കാതെ നാം സ്നേഹിക്കണം എൻ്റെ ഉള്ളവൻ. യേശു തന്റെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞ നിങ്ങെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. ജാതികളെയും ഒരു വലിയൊരു കൂട്ടത്തെയും മാത്രമല്ല നമ്മെ എതിർക്കേണ്ടവർ പോലും നമ്മെ പഴി പറയേണ്ടവർ പോലും സ്നേഹിക്കണമെന്ന് എൻ്റെ യേശു കർത്താവ് പറയണ്ടേ. അവരെ കലകം നിർത്തി കാണിച്ചു യേശുവിനെ സ്നേഹിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യ കള്ളന്മാര് കൂടി ആവത്തവങ്ക് അനർത്ഥങ്ങളൊക്കെ വന്ന സമയത്തും അവനെ വേറെ ഒരു വ്യക്തി സ്നേഹിച്ച് നമുക്ക് കാണാൻ കഴിയും. അവനോട് പണം ചോദിക്കാതെ അവന് കഷ്ടതയിലായ മനുഷ്യനെ അവൻ നന്നെ സ്നേഹിക്കുകയും അവൻക്ക് ആവശ്യമായ ഉള്ളതിനൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. നാമും ഇവനെ പോലെ ചെയ്യണിൻ്റെ യേശു കർത്താവ് നമ്മോടൊക്കെ പറയണ്ടേ. 30ാമത്തെ പടം യേശു അവനെ ശക്തിയെക്കുറിച്ച് കാട്ടി നമുക്ക് കാണാൻ കഴിയും. ഊടേന മന്ത്രശക്തികളെയും മറ്റുള്ള ആചാരത്തെയെല്ലാം ദയിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മുമ്പ് ഇവരെല്ലാം ഇതുപോലെ ചെയ്യേണ്ടവരായിണ്ട്. സാത്താനെയും അവന്റെ പ്രവർത്തിനെയും എല്ലാം നാം അവനെ നശിപ്പും വേണ്ടി നാം ഇറങ്ങിത്തിരിക്കണം. വിഗ്രഹം ഉണ്ടാക്കുന്നതിനും അതുപോലെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനും എല്ലാം യേശുക്ക് അവൻ കൊണ്ട് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നാം ബാധനെ പൊടിപ്പ ഒരു ആവശ്യം കാണി നമ്മെ സഹായിക്കേണ്ട തെയ്യത്തിനെ മാത്രം നാം ആശ്രയിക്കുക. 31ാമത്തെ പടം വാദനെ പുറത്താക്കിയിട്ടുള്ള കാര്യമാണ് നാം ഇവിടെ പഠിക്കും. ഈ മനുഷ്യൻ വാദനാൽ പിടിക്കപ്പെട്ട മനുഷ്യനെയാണ് നമുക്ക് കാണാൻ കഴിയും. അവനെ ചങ്കലേക്ക് ഇടുവാനോ ബന്ധിപ്പാനോ അവനെ മുറുക്കി കെട്ടുവാനോ കഴിയാത്തൊരവസ്ഥ. അവന്റെ മേലെ വന്നുള്ള ബാധനോടൊക്കെ യേശു പറഞ്ഞ പുറത്തേക്ക് പോകാൻ വേണ്ടി യേശു പറഞ്ഞു. അതുപോലെ അവയെ അനുസരിച്ച യേശു പറഞ്ഞല്ല ഞാൻ അനുസരിക്കാതിരിക്കുക. അവ ഏറ്റവും അധികാരമുള്ള എൻ്റെ യേശു. മനുഷ്യ നീ വാദനോട് പിടിച്ചപ്പെട്ടവനാണെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിപ്പാൻ നീ ആഗ്രഹിക്കും. തെയ്യത്തിൽ നാം വിശ്വസിച്ചല്ല തെയ്യം നമ്മെ രക്ഷിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. 32ാമത്തെ പാഠം ബാധ നമ്മെ ചെയ്യാത്ത കാര്യം കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാണാൻ കഴിയും. ബാധ നമ്മെ ചെയ്യാത്ത കാര്യം ചെയ്യിപ്പാൻ വേണ്ടി പഠിപ്പിക്കുന്നു. ബാധയാൻ്റെ ഇവനൊക്കെ ചെയ്യിക്കിൻ്റെ വെറ്റില മുറിക്കിൻ്റെ കാര്യം, പുകവലിക്കിൻ്റെ കാര്യം, കള്ളു കുടിക്കിൻ്റെ കാര്യം, പാവം ചെയ്യുന്ന കാര്യം ഇവൻ്റെ ബാധയാണ് നമ്മെ കൊണ്ട് പഠിപ്പിക്കണ്ടേ. അതുപോലെ പാവികളും നമ്മെ ഇവങ്ങ് വേണ്ടി വിളിപ്പരും. അവരെ കൂടെ നാം പോകാൻ പാട് കാണി. നാം അവരെ കൂടെ നടക്കിൻ്റെക്കോ കർത്താവിനെ കുറിച്ച് അവരും അറിവ് ഇടയായിത്തീരണം. 33ാമത്തെ പടം നാം പാവം ചെയ്താൽ നമുക്ക് എന്താ അതിന് സംഭവിക്കാനുള്ളതിനെ കുറിച്ചാണ്. സ്വന്തം പിര വിട്ടുങ്ങാഞ്ച് ദൂര സ്ഥലത്ത് പോയി തന്നെ ഇഷ്ടം പോലെ ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അതിൻ്റെ കൂടെ ഈ ചിത്രത്തിൽ നാം പഠിക്കണ്ടേ. അവനെ കയ്യിലിൻ്റെ പൈസ എല്ലാവേ വെറുതെ ദൂർത്തടിച്ച് കളഞ്ഞു. എല്ലാം അവനെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടമാത്താക്കും, എല്ലാം നാശമായി തീർന്നാക്കും. അവൻക്ക് വലിയ വിഷമവും പ്രയാസവും ഉണ്ടാകത്തിടയായി. അവൻ മടങ്ങി വന്നുകാഞ്ച് തന്നെ അപ്പനോടൊക്കെ ക്ഷമ ചോദിക്കാൻ നമുക്ക് കാണാൻ കഴിയും. അപ്പേ അവനോട് ക്ഷമിച്ചു അവനെ കെട്ടിപ്പിടിച്ചു അവനെ തിരികെ അവനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് കാണാൻ കഴിയും.
അതുപോലെ തന്നെ നമ്മുടെ പാവത്തെ എല്ലാം ഏറ്റുപറഞ്ഞു ദൈവത്തോട് ക്ഷമ ചോദിച്ചല്ല ദൈവം നമ്മോട് ക്ഷമിപ്പയുടെ തരും. മാത്രമല്ല ആ പാവത്തിൽ നിന്ന് നാം പിന്തിരിയുവാൻ നമുക്കൊരു മനസ്സുണ്ടാകും. നാം പാവത്തിൽ വീണ്ടുപോലെ ഈ ചെറുപ്പക്കാരനെ പോലെ ഈ മനുഷ്യനെ പോലെ നാം തിരിച്ചു വരുവാൻ നമുക്കൊരു ആഗ്രഹമുണ്ടായി. 34 പടം രോഗത്തെക്കുറിച്ചാണ്. തെയ്യത്തിന്റെ മക്കൾക്ക് വരുത്തം വന്നാൽ നാം എന്തും ചെയ്യണം. മരുന്ന് കുടിക്കിൻ്റെ പാവമല്ല, എന്തേലും അവനെ അധികമായി നാം തെയ്യത്തിനോടൊക്കെ പ്രാർത്ഥിക്കണം. തെയ്യ അവനെ തൊട്ടു അവനെ സൗഖ്യമാക്കിനെ കാണാൻ കഴിയും. നമ്മ എല്ലാ കാര്യത്തിലും തെയ്യത്തിൽ നാം ആശ്രയിക്കണം. അവയാൻ്റെ നമ്മ എല്ലാ കാര്യത്തെയും അനുഗ്രഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും നമുക്ക് കാണാൻ കഴിയും. അവ എപ്പോഴും നമ്മ കൂടെ ഉള്ള. 35 പാഠം നാം ചായനെ കുറിച്ചാണ്. ഒരു ദിവസം നാം എല്ലാവരും ചാവരും. അപ്പോഴേക്ക് നമുക്ക് എന്തേ വരും? തെയ്യത്തിൽ വിശ്വസിച്ച് ജീവിച്ചില്ല നമ്മ ആത്മാവ് തെയ്യത്തിനോടൊക്കെ ചെയ്യും. ഈ മഞ്ച് ചത്തലും ഇവൻ ആൾക്കാർക്ക് വീട്ടുകാർക്കൊക്കെ അറിയാം അവയെ സ്വർഗത്തില് വസിക്കുന്നതിന്. എന്റെ തെയ്യത്തിനെ അറിയാതെ ജീവിച്ചവർക്ക് അവർക്കൊരു പ്രത്യാശയുണ്ടാകുക, അവരോട്ട് കാണുവാനും സാധിക്കുക. പിശാചുക്ക് വേണ്ടി ഒരുക്കുള്ള ഒരു വലിയൊരു ന്യായവിധിയിലേക്ക് അവരാടേക്ക് പോകേണ്ടി വരും. സുഹൃത്തെ, മനുഷ്യ, നീ ഇന്റെ ചത്തല, നീ ഏടെ പോകുന്നതിനൊക്കെ മനസ്സിലാക്കാൻ കഴിയും. 36 പടം സഭയെ കുറിച്ചാണ് നാം പഠിക്കണ്ടേ. നമ്മ ശരീരത്തിൽ തന്നെ പല ഭാഗങ്ങളുള്ള, ഓരോ ഭാഗങ്ങൾക്കും അവന്റെ പ്രവൃത്തിയുള്ള. കണ്ണ് കാണുക, ചെവി കേൾക്കുക, വായു നമ്മ കൂട്ടം കൂടുക, അവ ഓരോ ഭാഗങ്ങളും അതായത് പ്രവൃത്തി ചെയ്യുന്നു. അവൻ പോലെ തന്നെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു മുറി ഉണ്ടാകത്തല്ല, അവ എല്ലായിടത്തും വേദന നമുക്ക് അനുഭവിക്കുന്ന കാണാൻ കഴിയും. അവൻ പോലെ തെയ്യത്തിനെ അറിഞ്ഞവരെല്ലാം സഭയുടെ ഓരോ വിവിധ ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലായി. യേശു ആൻഡു നമ്മ ശരീരത്തിലുള്ള പലർക്കും പല കഴിവാൻഡ് തെയ്യം കൊടുത്തുള്ളായി. ചിലർക്ക് പഠിപ്പിപ്പാൻ, ചിലർക്ക് പാടുക, ചിലർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവാൻഡ് ദൈവം കൊടുത്തുള്ളായി. അതുപോലെ യേശുവിന്റെ ശരീരം ഏറ്റവും ബലമുള്ളതായിരിക്കും വേണ്ടി നാം എല്ലാവരും പ്രവർത്തിക്കണം. അല്ലാതെക്കല്ല അവങ്ക് വേദന എടുപ്പെടേത്തി. 37 പാഠം ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരുന്ന സ്ഥലത്തെ കുറിച്ചാണ്. യേശുവിനെ വിശ്വസിക്കേണ്ട എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് കൂടി വരണം. അവൻ പോലെ തന്നെ നല്ല കാര്യങ്ങൾ നാം തെയ്യത്തേം കൊടുക്കണം. നാം ബൈബിളിൽ നിന്ന് പഠിക്കുകയും പാടുകയും ചെയ്യണം. കർത്താവ് മരിച്ചതിനെ നാം എപ്പോഴും ഓർത്ത് വെക്കണം. 38 പടം യേശു മടങ്ങിവരനെ കുറിച്ചാണ്. യേശു ഭൂമിയിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം യേശു പിന്നെയും മടങ്ങി വരും. ചത്തവരെല്ലാവരും ആ കുഴിമാടത്തുനിന്ന് എല്ലാവരും എഴുന്നേൽപ്പെടെ തിരുവരും. എന്റെ ചാകാതെ ജീവനോടെ ഉടയ്ക്കേണ്ടവരും യേശു കർത്താവിനെ വരുമെങ്കിൽ എല്ലാവരും രൂപാന്തരപ്പെടുവാടെ തീരും. എന്റെ വിശ്വസിക്കാത്തവര് അവൻ ന്യായവിധിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് കൂടേണ്ടി വരും. യേശു എപ്പാൻ്റെ വന്റെ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാം എപ്പോഴും യേശുവിനെ വരവ് വേണ്ടി കാത്തിക്കണം. സ്നേഹിത, എന്റെ ലിൻഡു യേശു വന്നല്ല, നീ അവനെ കാണുവാൻ നിനക്ക് കഴിയുമോ? 39 പടം നാം നല്ല പ്രവൃത്തി ചെയ്യണം. ഇന്റുള്ളയാൻ ഒരു മരം നല്ല കായ് കായ്ക്കിൻ്റെ പോലെ വിശ്വാസികളും നല്ലൊരുവായി നടക്കണെന്റെ പറയണ്ടേ. യേശു പറഞ്ഞ ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാൻ്റെ, അത് നിങ്ക എല്ലാവരും കൊമ്പുകളാൻ്റെ പറഞ്ഞേ. നിങ്ക എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നല്ല ഫലമുണ്ടാവും. എന്റെ തെയ്യത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മിൽ വസിച്ചല്ല നമുക്ക് സ്നേഹവും സന്തോഷവും ഉണ്ടാവുവാനിടയിൽ, സമാധാനവും ദയയും പരോപകാരവും ഉണ്ടാകുവാനിടയിൽ. കൊമ്പുമ്പേ കായില്ലാതെ എന്തല്ല അവന് പൊട്ടിച്ചാടുവിടെ. നാം മുഖാന്തരാണ് നമ്മ നല്ല പ്രവൃത്തി കണ്ടുകാഞ്ചാൻ്റെ എല്ലാവരും യേശുവിനെ അറിവിടെ എത്തിരണ്ടിയായി. 40 പടം യേശുവിന്റെ സാക്ഷിയാകുക എന്തുള്ളയാൻ്റെ. യേശു ഭൂമി ഇന്ത് പോയക്ക് പറഞ്ഞാൻ്റെ നിങ്ങെല്ലാവരും എന്നെ സാക്ഷികളാവണെൻ്റെ. ഈ നല്ല കാര്യം നിങ്ങൾ എല്ലായിടത്തും പോയി പറയണം. യേശുവിനെ അറിഞ്ഞാക്ക് സമാധാനം കിടച്ച ആണ്. സമാധാനം പ്രാപിച്ചവര് മറ്റുള്ളവർ കൂടെ സമാധാനത്തെ കുറിച്ച് പറയണം. കള്ളും കുടിച്ച് വീടിയും വലിച്ച് സമാധാനമില്ലാതെ നടക്കേണ്ടവര് യേശുവിനെ കുറിച്ച് അറിയണം വേണ്ടി വെച്ചല്ല, നാം യേശുവിനെ കുറിച്ച് അവരോട് പറയണം. അവൻ നമ്മെ ഏൽപ്പിച്ചെടുക്കുന്ന കാര്യമാൻ സുഹൃത്തെ, അവനെ നമുക്ക് ചെയ്തെടുക്കാം. ആണ് നമുക്ക് ഈ സത്യ വെളിച്ചത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാം. ഇത്രയും സമയം ഇവനെ കേട്ട എല്ലാവരും നിങ്ങളെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ യേശുവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ നമ്മെ സ്വീകരിക്കും. അവൻ നമുക്ക് സമാധാനവും സന്തോഷവും നമുക്ക് നൽകും.
തെയ്യ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.